കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Women will lead to development of a good family, good society, and ultimately a good nation. So never stop trying, never stop believing, never give up. Your day will come. Thank you. ഒരു ഉരുക്കു വനിതയായി 11ഓളം സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു വനിതയായി എന്നെ പറയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒപ്പം എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളും, പ്രത്യേകിച്ച് കൂടുതലും സ്ത്രീകളായ സ്റ്റാഫ് അംഗങ്ങളും അവർക്ക് സപ്പോർട്ട് നൽകുന്ന പുരുഷന്മാർക്കും എൻ്റെ വളരെ നന്ദി ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ആള് ചോദിക്കുകയുണ്ടായി, മാഡം വിമൻ ഫ്രണ്ട്ലി ആണോ, മാഡത്തിന്റെ സ്ഥാപനങ്ങൾ വിമൻ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിക്കുകയുണ്ടായി. അത് ഇന്ന് കൗമുദി ചാനലില് ഒരു 7:30 എൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ ആ ഇന്റർവ്യൂവിലാണ് മാഡം ചോദിച്ചത്. ഞാൻ അല്ലാതെ തന്നെ ഞാൻ വിമൻസ് ഡേ വന്നപ്പോൾ ഞാൻ തന്നെ എനിക്കെപ്പോഴും വിമൻ ഫ്രണ്ട്ലി ആകണമെന്നും വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നും എന്നും പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതിന്റെ ഞാൻ തന്നെ ഒരു വിമൻസ് ഡേക്ക് ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ HR ചോദിച്ചു, ഞാൻ കണക്കെടുത്തിരുന്നു. കണക്കെടുത്തപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് സ്ത്രീകളാണ് കൂടുതൽ. പക്ഷെ ഇപ്പൊ എല്ലാവരും പറയും മെഡിക്കൽ ഫീൽഡല്ലേ, ഹോസ്പിറ്റലല്ലേ, ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ നോക്കുമ്പോൾ നഴ്സസ് കൂടുതലും ഫീമെയിൽസ് ആണല്ലോ. അപ്പൊ ഞാൻ നഴ്സസ് ഇല്ലാത്ത ഒരു കണക്കെടുത്തു, നഴ്സസ് മാത്രം എടുത്തു, ഡോക്ടേഴ്സ് മാത്രം എടുത്തു, എല്ലാ വിഭാഗക്കാരെയും കണക്കെടുത്തു. ഞാൻ വലിയ പ്രസംഗത്തിനൊന്നും തയ്യാറല്ലായിരുന്നു. പക്ഷെ മേലെത്തുന്ന വരെ എനിക്ക് സമയമുണ്ട് പ്രസംഗിക്കാൻ. അതുകൊണ്ടാണ് ഇത്ര വിശദമായി സംസാരിക്കാൻ തീരുമാനിച്ചത്. ബോറടിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൈവക്കണം. അപ്പോ ഞാൻ കണക്കെടുത്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് നഴ്സസ് 80-90% സ്ത്രീകളാണ് എൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും നോക്കുമ്പോൾ. ഡോക്ടേഴ്സിലെ കൂടുതലും പുരുഷന്മാരാണ്. അപ്പൊ ഞാൻ ഡോക്ടേഴ്സും നഴ്സസിനെ മാറ്റി നിർത്തി കണക്കെടുത്തു. അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. 60 മുതൽ 70% നമ്മുടെ സ്ഥാപനങ്ങളിൽ എല്ലാം സ്ത്രീകളാണ്. അതിലെ ഔട്ട്സോഴ്സ് സ്റ്റാഫുകൾ, സെക്യൂരിറ്റി സ്റ്റാഫുകളുടെ എല്ലാം നോക്കുമ്പോൾ അപ്പോൾ ഉറപ്പായിട്ടും ഞാനൊരു വിമൻ ഫ്രണ്ട്ലി ആണെന്ന് തന്നെ എനിക്ക് തന്നെ സന്തോഷത്തോടുകൂടി പറയാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല HR ഡിപ്പാർട്ട്മെന്റിന് അറിയാമെങ്കിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനെയും ഇന്റർവ്യൂ ചെയ്തിട്ട് രണ്ടും ഈക്വലായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു ഫീമെയിലെയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീമെയിൽസ് കുറച്ചുകൂടെ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യും, അവർ ബോൾഡ് ആയിരിക്കും, അവർക്ക് നല്ല വിൽ പവർ ഉണ്ടെന്ന് വിചാരിക്കുന്നതാണ്. ബോൾഡ് സ്റ്റെപ്പ് ഫോർ എ ബോൾഡ് ചേഞ്ച്, അത് വിമൻസ് ഡേയുടെ തീമല്ല. ആക്ച്വലി നമ്മളുടെ തീമാണ് എഴുതേണ്ടത്, തീമല്ല എഴുതിയത്. നമ്മുടെ ശ്രുതി കൊല്ലത്തിന്റെ HR ഹെഡ് ഒരു ഫീമെയിലാണ്. ശ്രുതി 2-3 തീം അല്ലല്ല, നമ്മുടെ തീം മെഡിറ്ററേനിയയുടെ തീമാണ് ബോൾഡ് സ്റ്റെപ്പ് ഫോർ എ ബോൾഡ് ചേഞ്ച്. അതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളും ബോൾഡായിട്ട് ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ജെൻഡർ പാരിറ്റി, ജെൻഡർ ഇക്വാളിറ്റി, വിമൻ എംപവർമെന്റ് എന്നൊന്നും പറഞ്ഞ് പോകേണ്ട കാര്യമില്ല. ബിക്കോസ് അത് ഓൾറെഡി ആയിക്കഴിഞ്ഞു. അതിന് ഉദാഹരണം, ഞാനൊരു 20-25 കൊല്ലം മുമ്പേ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പുരുഷനെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്തൊരു വിഷമമാണ്. ഒരു സ്ത്രീ ഓവർടേക്ക് ചെയ്തല്ലോ എന്ന്. അവര് എന്നെ ഓവർടേക്ക് ചെയ്യാറില്ല. പലപ്പോഴും ഞാൻ വിട്ടുകൊടുക്കാറില്ല. ഹൈവേയിലൊക്കെ എന്നെ ഓവർടേക്ക് ചെയ്യുമ്പോൾ തിരിച്ച് എന്നെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ സമ്മതിക്കാറില്ല. ഞാൻ കൂടെ വാശിക്ക് ഞാൻ ഫ്രണ്ടിൽ തന്നെ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളെ നോക്കും, ഒരു കാറ് ഓടിക്കുന്ന പുരുഷൻ നമ്മൾ ഓവർടേക്ക് ചെയ്താൽ അവർ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അപ്പൊ പുരുഷന്മാർ ഇന്ന് അക്സെപ്റ്റ് ചെയ്തു, ജെൻഡർ ഇക്വാളിറ്റി അല്ലെങ്കിൽ ജെൻഡർ പാരിറ്റി അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇന്ന് നമ്മുടെ സ്ത്രീകൾക്കാണ് കുഴപ്പം. സ്ത്രീകൾക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ബിക്കോസ് ഒരു വീട്ടിലെ ഒരു കല്യാണം കഴിച്ചു വിടുന്ന ഒരു മകള് വീട്ടിലെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം. നമ്മുടെ കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീധന പ്രശ്നങ്ങൾ കാരണം മരണപ്പെട്ടതും അമ്മായിയമ്മയും മരുമകനും ചേർന്ന് മകളെ കൊന്നതും എല്ലാം കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അവിടെയെല്ലാം അമ്മയാണ് മകളോട് പറയുന്നത്, മകളെ നീ സഹിക്കൂ. അങ്ങനെ സഹിക്കാൻ ഒരു അമ്മയും പറയരുത്. അപ്പൊ ഒരു സ്ത്രീയാണ് അവിടെ, അല്ലെങ്കിൽ ഒരു മരുമകളെ ചൂഷണം ചെയ്യുന്ന ഒരു അമ്മായി അമ്മയാണ്. അപ്പൊ സ്ത്രീയാണ് മാറിയത്. അപ്പൊ നമ്മളുടെ മാറ്റമാണ് ഇന്ന് വേണ്ടത്. അല്ലാതെ
നാട്ടില് ബാക്കി വിമൻസ് ഡേയുടെ അന്ന് പറഞ്ഞൊരു മാറ്റമല്ല. എല്ലാ ദിവസവും സ്ത്രീ ശക്തരാണെന്ന് പറഞ്ഞ് സ്ത്രീ മുന്നോട്ട് വരിക തന്നെയാണ് ചെയ്യേണ്ടത്. പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വീടുകളിൽ ഒരു സ്ത്രീ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫിനാൻസ് മാനേജറാണ് സ്ത്രീ. എന്തെന്നാൽ ഒരു ചെറിയ പൈസ കൊണ്ടുപോലും ഒരു വീട് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാറുണ്ട്. ഒരു ചെറിയ വരുമാനമുള്ള ആള് എന്നും എന്തെങ്കിലും ചോറും കറിയും ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്യും ഉള്ളത് കൊണ്ട്. അപ്പൊ ഒരു നല്ല മാനേജർ അല്ലേ സ്ത്രീ? മാനേജ്മെന്റ് സ്കിൽസ് വളരെ അധികം ഉള്ള ആളാണ് സ്ത്രീ. അത് സ്ത്രീ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഴയ കാലം അനീന പറഞ്ഞതുപോലെ പ്രസവിപ്പിക്കാൻ 4 ചുറ്റിനുള്ളിൽ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പഴയ കാലത്ത് സ്ത്രീകൾക്കും ഈ കഴിവുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ പ്രതാപ് സാറിന്റെ അമ്മൂമ്മ, അവർ വിളിക്കുന്ന മുത്തയമ്മ എന്നാണ്. പലപ്പോഴും സാറ് പലരോടുകൂടെ പറഞ്ഞിട്ടുണ്ടാവും, പണ്ട് വയ്ക്കോല് വാങ്ങിക്കാൻ 1 രൂപ കൊടുക്കുമ്പോൾ പറയും, നീ 50 പൈസയ്ക്ക് വയ്ക്കോല് വാങ്ങിച്ചിട്ട് ബാക്കി ഇനി കൊണ്ടുവരണം. ആ ബാക്കി 50 പൈസ അവർ സേവ് ചെയ്തിട്ട് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ അന്ന് കാലത്തുള്ള സ്ത്രീകൾ, അതായത് സാറിന്റെ അമ്മയുടെ അമ്മയ്ക്ക് തന്നെ ഇപ്പം 88 വയസ്സുണ്ട്. അപ്പൊ അത്രയും മുമ്പുള്ള സ്ത്രീകൾ പോലും നല്ല ഫിനാൻസ് മാനേജേഴ്സ് ആയിരുന്നു. അവര് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് ചെറിയ പൈസ പോലും ഒരുക്കൂട്ടി അവര് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്ത്രീ ഒരു സ്വയം മനസ്സിലാക്കണം, അവർക്ക് നല്ല മാനേജ്മെന്റ് സ്കില്ലുണ്ടെന്ന്, അവർക്ക് കഴിവുകളുണ്ടെന്ന്, അവരൊട്ടും പിന്നിലല്ലെന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരണം എന്നുള്ളതാണ് എനിക്കും ഇന്ന് വനിതാ ദിനത്തിൽ എല്ലാവരോടും പറയാനുള്ള ഒരു പ്രത്യേക സന്ദേശം. അതിൽ തന്നെ എല്ലാ സ്ഥാപനങ്ങളും വനിതാ ദിനം ആഘോഷിക്കുകയാണ്. വനിതാ ദിനം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും ആഘോഷമാണ്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും. സ്ത്രീ ഉണ്ടെങ്കിൽ മാത്രമേ പുരുഷനും ഉണ്ടാവൂ. തീർച്ചയായിട്ടും വനിതാ ദിനം എന്ന് പറയുമ്പോൾ 1857 ന്യൂയോർക്കിലെ സൂചി തൊഴിലാളികൾ നടത്തിയ ഒരു സമരത്തിന്റെ ഭാഗമായിട്ടാണ് അന്താരാഷ്ട്ര വനിതാ ദിനം 1901 പ്രഖ്യാപിച്ചത്. ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ സ്ലോഗൻ പ്രവർത്തനം ത്വരിതപ്പെടുത്തുക എന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ വളരെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അത് മാനസികമായാലും ശാരീരികമായാലും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും കൂടുതൽ കുട്ടികൾ നമ്മുടെ സമൂഹത്ത് മരിക്കാനിടയാകുന്ന ഒരു സാഹചര്യം. പിന്നെ നമ്മുടെ സ്ത്രീകൾക്കായ ഒരു ദിനം എന്ന് പറയുമ്പോൾ ആ ദിനം ആഘോഷമാക്കുക എന്നുള്ളതാണ്. ഇത് രാവിലെ ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. നമ്മുടെ പട്ടണത്തിലെ 1000ഓളം സ്ത്രീകൾ വോക്കത്തോണിലൂടെയും നമ്മുടെ പട്ടണത്തിലെ 3 കിലോമീറ്റർ ഓടുന്ന പരിപാടിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ പരിപാടിക്ക് ചെല്ലുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്, ഞാൻ വളരെ നല്ല പ്രായമുള്ളവരും ചെറിയ കുട്ടികളും അടക്കം ഡാൻസ് ചെയ്യുന്ന ഒരു നല്ല മനോഹരമായ നിമിഷം. നമ്മൾ ഇത്ര പേര് സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായി വളരെയധികം ഉന്നതിയിലെത്തി നിൽക്കുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും നമ്മുടെ വീടുകളിൽ എത്രമാത്രം സ്ത്രീകൾ സുരക്ഷിതരാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ. ഓരോ വനിതാ ദിനങ്ങളും ആഘോഷകരമാക്കുമ്പോൾ ആ ആഘോഷങ്ങളിലൊക്കെ തന്നെ നമ്മുടെ പെൺകുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ ഇന്ന് വളരെ മോശമായ ചുറ്റുപാടുകളിലേക്ക്, സാമൂഹ്യമായി വളരെയധികം അധപ്പതിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസത്തിലും സാംസ്കാരികതയിലും ഒക്കെ ഒരുപാട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അഭിമാനത്തോടെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. സ്ത്രീകൾക്ക് എന്നും പിറകിൽ നിന്നിരുന്നവരെന്ന് വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായാലും സാമൂഹ്യപരമായാലും സാമ്പത്തികപരമായാലും ഒക്കെ നമ്മുടെ സ്ത്രീകളിൽ നിന്ന് വളരെ നല്ല ശതമാനം മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിലും അതിനപ്പുറത്തേക്ക് വലിയൊരു ശതമാനം ഇന്നും വിദ്യാഭ്യാസം പോലും
പൂർത്തിയാക്കാൻ കഴിയാനും അല്ലെങ്കിൽ 10ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും നേടാൻ കഴിയാത്ത സ്ത്രീകളായി നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും പെൺകുട്ടികളുടെ അവസ്ഥ ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു. അങ്ങനെ നോക്കുമ്പോൾ കേരളം കുറെ വലിയ മാറ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് എത്രമാത്രം തുല്യത നേടിയെടുക്കാൻ കഴിയും. സ്ത്രീ സമത്വത്തിന് വേണ്ടി വിവിധ സംഘടനകൾ, അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിൽക്കുന്നവരായ സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ സ്ത്രീ സമത്വം ആഗ്രഹിക്കുകയാണ്. ആ സ്ത്രീ സമത്വം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി നടക്കാനും സ്ത്രീകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഇടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ കഴിയും. അങ്ങനെ സ്ത്രീകൾക്കായി സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ഇത് മെഡിസിന ഹോസ്പിറ്റൽ സംഘടിപ്പിക്കുന്ന വനിതാ ദിനം വളരെ വലിയ ഉന്നതമായ വിദ്യാഭ്യാസം നേടി ജോലിയിലേക്ക് കടന്നു വന്നവർ, അതുപോലെ തന്നെ അനുബന്ധ ജോലിയൊക്കെ നഴ്സുമാരായൊക്കെ ഏറ്റവും കൂടുതൽ വനിതകൾ ഈ മേഖലയിലൊക്കെ കടന്നു വരുന്നുണ്ട്. പക്ഷെ എത്ര ഉന്നതരായാലും എത്ര സാമ്പത്തിക ഭദ്രതയുള്ളവരായാലും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിപ്പോകും. അപ്പൊ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മൾ ഓരോ വനിതാ ദിനങ്ങൾ സെമിനാറുകൾ സംഘടിപ്പിക്കുമ്പോൾ, ഓരോ വനിതാ ദിനങ്ങൾ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ സ്ത്രീകൾക്ക് അഭിമാനകരമായി ജീവിക്കാൻ കഴിയുന്ന ഇടങ്ങളാക്കി നമ്മുടെ ഓരോ സ്ഥലങ്ങളും മാറ്റിയെടുക്കാൻ കഴിയുന്നതിന് സ്ത്രീയും പുരുഷന്മാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കാൻ, പുതുതലമുറയെ മാനസികമായും ശാരീരികമായും വിദ്യാഭ്യാസപരമായി നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ലിംഗവിവേചനമില്ലാതെ ലിംഗ പദവി ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയണം. ആ ലിംഗവിവേചനം ആദ്യം ഇല്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് ആദ്യം തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓരോ തലമുറയും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്ത സ്ത്രീ സമത്വത്തിലേക്ക്, സ്ത്രീ അഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന, നമ്മുടെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ മെഡിറ്റീന ഹോസ്പിറ്റൽ ഇത്രയധികം സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തുകൊണ്ട്, സ്ത്രീകളെ ഒരു നല്ല പദവി കൊടുത്തുകൊണ്ട് വനിതാ ദിനം ആചരിക്കാൻ തയ്യാറായിട്ടുള്ള ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് ഏറെ അഭിമാനത്തോടുകൂടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് തോന്നുന്നു സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പരിതാപകരമായ അവസ്ഥയിലേക്ക്, ദുഃഖകരമായ അവസ്ഥയിലേക്ക് പോകുന്നത് കുടുംബത്തിൽ അവർക്കൊരു സൗഹൃദയില്ലായ്മ ഉണ്ടാകുമ്പോഴാണ്. കുടുംബം, സമൂഹം, അതിലൂടെ നമ്മുടെ മറ്റു പ്രവർത്തനങ്ങൾ അതിലൂടെ മെച്ചപ്പെട്ട് വരുമ്പോഴാണ് നമുക്ക് നല്ലൊരു പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന മികച്ച സ്ത്രീകളെയും ലഭിക്കാൻ കഴിയുന്നത്. ഈ ഒരു പ്രവർത്തനം കാഴ്ചവെച്ച ഈ മെഡിറ്റീന ഹോസ്പിറ്റലിലെ എല്ലാവരോടും എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. വന്നു കഴിഞ്ഞപ്പോഴേ ഈ മരുന്നുകൾ കൊണ്ട് രോഗം മാറും, പക്ഷെ ഒരു പേഷ്യന്റിന് ഒരു സുഖം കിട്ടണമെങ്കിൽ ആ ഡോക്ടറുടെ ഒരു സമീപനം വേണ്ടിയിട്ടുണ്ടായി. അതൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റാണ്. അത് ശരിക്കും മെഡിറ്റീനയിൽ വരുമ്പോഴത്തേക്കാണ് ഓരോ ഡോക്ടർ പ്രധാനമല്ല ഏത് ഡോക്ടറോട് വന്നു കഴിഞ്ഞാലും നമ്മുടെ പകുതി അസുഖം നമുക്ക് ഭേദമാണ്. അത്രമാത്രം നമ്മുടെ സ്വന്തം വീട്ടിൽ കിട്ടുന്ന ഒരു കെയറിങ്ങാണ് ഇവിടെ കിട്ടുന്നത്. അതെന്നും ആതുര ചികിത്സാ രംഗത്തുള്ള ഒരു മാർഗദർശനമാണ്. എന്നും നന്നായിക്കട്ടെ. വനിതാ ദിനത്തിന് എൻ്റെ എല്ലാവിധമായ ആശംസകൾ. നമ്മൾ എല്ലാ വുമൺ എംപവർമെന്റ്, ജെൻഡർ ഇക്വാളിറ്റി ഇതിനെ പറ്റി ധാരാളം സംസാരിക്കുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ നിന്നും ഇന്നും നമ്മൾ ഒരുപാട് അകലെയാണ്.
ഇന്നത്തെ വിമൻസ് ഡേ സെലിബ്രേഷനിലേക്ക് സ്വാഗതം. നമ്മുടെ കല്ലുംതാഴം ഡയറക്ഷനിലേക്ക് റെഡിയാക്കി നിർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Perseverance. That's what I'm talking about, G. You feel me? Check it. Let's go. ും